ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ധ്യാൻസ് വേൾഡ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ട്രൂത്ത് ആൻഡ് ലൈഫ് ചലഞ്ചിലും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ ഇങ്ങനെ ഒരു ചലഞ്ച് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ നിങ്ങൾ പല വ്ളോഗേഴ്സും ചെയ്തിട്ട് യൂട്യൂബേഴ്സും ചെയ്തിട്ട് ഈ ചലഞ്ച് കണ്ടിട്ടുണ്ടായിരിക്കും. അതിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇല്ലേ? അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇന്ന് എൻ്റെ കൂടെ ഇതിനോട് ചലഞ്ച് ചെയ്യാൻ വന്നിരിക്കുന്നത് എൻ്റെ ദേവേട്ടനാണ്. നിങ്ങൾ എൻ്റെ കൂടെയുള്ള ഷോർട്സ് വീഡിയോസിലൊക്കെ ദേവേട്ടനെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ ദേവേട്ടൻ എൻ്റെ ഇരിക്കുന്നത് പേനയാണ്. ആണോ അല്ലയോ എന്ന് ദേവേട്ടൻ പറയണം. പേന താഴെ ഇട്ടൊന്ന് മുട്ടിക്കരുത്. പേനയല്ല, പേനയ്ക്ക് ഇത്രയും സൗണ്ട് ഉണ്ടാവില്ല. തുറന്ന് പേനയും തുറന്ന് തുറന്നു അടച്ചു തുറന്നു. എന്തായാലും ഇത് പേനയല്ല, പേനക്കാളിൽ ഹെവി ആയിട്ടുള്ള എന്തോ ഒരു ഐറ്റമാണ്. അങ്ങനെ മനസ്സിലായി. അത് മുട്ടുന്ന കേൾക്കുമ്പോഴും തുറക്കുന്ന കേൾക്കുമ്പോഴും അറിയാമല്ലോ. പെർഫ്യൂം ആകാൻ ചാൻസ് ഉണ്ട്. അത് ഇല്ല, പേന അല്ല, ഇതാണ്. അപ്പോള് ദേവേട്ടന് ഒരു പോയിന്റ്. ഓക്കെ, അടുത്ത എൻ്റെ ഐറ്റമാണ് ഇതാണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു പേഴ്സാണുള്ളത്. പേഴ്സ് ജെൻസിന്റെ ലേഡീസിന്റെയോ? ലേഡീസിൻ്റെ പേഴ്സ്. ഓക്കെ, അതൊന്ന് തുറന്നേ. എത്ര ഓറയുണ്ട് അതിന്? ഓരോരേ ഉള്ളൂ. ഓക്കെ, അടയ്ക്കണം. അടച്ച്. ഓക്കെ, അതൊന്നിങ്ങനെ എന്താ ഒന്ന് കുലുക്കിക്ക്, നല്ലതായിട്ട് കുലുക്ക്. പേഴ്സ് ആണ്, പേഴ്സാണ്. ഉറപ്പിച്ചാ? ആ അതെ, ഉറപ്പിച്ച്. പേഴ്സല്ല, കണ്ണാടി കവർ. സിമ്പുള്ള കണ്ണാടി കവറൊക്കെ ഉള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ദേവേട്ടനും എനിക്കും ഇപ്പൊ ഓരോ പോയിന്റ് ആയിട്ടുണ്ട്. സെയിം ആണ്. അടുത്തതിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത എൻ്റെ ഐറ്റം എടുക്കാം. ഓക്കെ, ദേവേട്ടൻ ഇപ്പോൾ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 2 ഞാൻ പോയി അടുത്തതിലെങ്കിലും പിടിച്ചെടുക്കണം. ദേവേട്ട കാണിക്കാം. ദേവേട്ട അടുത്തത് എൻ്റെ പ്ലം ആണ്. പ്ലം ഒന്ന് മേളിൽ താട്ടിട്ട് ടേബിളിലേക്ക് ഇട്ട. പ്ലം അല്ല, പ്ലം ബോംബ് വീഴുന്ന സൗണ്ടാ. പ്ലം ഇടാല്. ഓക്കെ ഓക്കെ, എന്താ പറ, എന്താ പറ. അത് ടേബിൾ ഇട്ടൊന്ന് ഉരുട്ടിക്ക്. ബോള് പോലെ എന്തോ ആണ്. പ്ലം ബോള് പോലാണല്ലോ. ഇല്ലല്ല, പ്ലം ഫ്രൂട്ട്സ് ആണല്ലോ. എന്താ പറഞ്ഞു? ഒന്നുകൂടി ഇട്ട ടേബിളിലേക്ക്. പ്ലം അല്ല, അത് പ്ലം അല്ല, എന്തായാലും ബോളാ. ബോള്. ലെമൺ. ഇതിൽ ഞാൻ തോറ്റുപോയി. ദേവേട്ടന് 3 പോയിന്റ്. അടുത്തതിനും ദേവേട്ടന്റെ ചാൻസ് ആണ്. എന്റെ കയ്യിലുള്ളത് ഒരു മൂവാണ്. മൂവ്. അതെ, ഞാൻ തുറന്നേ. മൂവ്. സ്പ്രേ ആണോ അത്? മൂവിന്റെ സ്പ്രേ. ഒന്ന് സ്പ്രേ അടിച്ച്. അല്ലില്ല, അത് അടിച്ചാൽ സ്മെല്ല് വരും, അപ്പൊ അറിയാൻ പറ്റും. ഓക്കെ, എന്നാ അതിനകത്തെ ഇൻഗ്രീഡിയൻസ് ഒന്ന് വായിച്ച്. കണ്ണൊന്നും കാണുന്നില്ല. സാരമായിട്ട, എന്തെങ്കിലും ഒന്ന് കാണാതിരിക്കത്തില്ല. കണ്ണാടി തരണോ? വേണോ എൻ്റെ കണ്ണാടി? പെട്ടെന്ന് പറ, എനിക്ക് പറയാനിട്ട് എനിക്ക് വയ്യാണ്. ഇതില് ആൽക്കഹോൾ ഉണ്ട്, ഡിയോഡ്രന്റ് അങ്ങനെ എന്തോ ഉണ്ട്. അത് മൂവല്ല. അപ്പൊ പിന്നെന്താ പറഞ്ഞു? മൂവല്ല, മൂവിനകത്തൊരിക്കലും ഡിയോഡ്രന്റോ അത് വലുതാക്കാണ്ട് തന്നെ വരത്തില്ല. എന്നാ പറഞ്ഞത് എന്താ?
മൂവ് അല്ല, അതൊന്നീ ബോഡി സ്പ്രേ ആയിരിക്കും. ഒന്ന് ഉരുട്ടിക്ക് ഒന്ന് ടേബിളിലിട്ട്. അത് ബോഡി സ്പ്രേ ആണ്. ബോഡി സ്പ്രേ ആണ്. അങ്ങനെ ഓരോ പോയിന്റ്സ് എനിക്ക് കിട്ടി. വെച്ചോ കൈ വെച്ചോ. അത് അടുത്തത് ഞാൻ എടുത്തേക്കുന്ന സാധനം ഇതാണേ. അപ്പോൾ ദയവേട്ട എൻ്റെ ഇരിക്കുന്നത് സ്പ്രേ ആണ്, പെർഫ്യൂം. തുറന്നു. അത് സൗണ്ട് ഇല്ലാത്ത പെർഫ്യൂം. അല്ല, അത് സ്ക്വയറിലുള്ള എന്തോ ആണ്. സ്പ്രേ അങ്ങനെ വിടില്ല. സ്പ്രേ അല്ല. ഓക്കെ, വേറെ എന്തെങ്കിലും ക്ലൂ വേണോ? അല്ല, സ്പ്രേ ആണ്. സ്പ്രേ ആണോ അല്ലയോ? സ്പ്രേ ആണ്, ഉറപ്പിച്ചു. സ്പ്രേ ആ. സ്ക്വയറിലുള്ള ബോട്ടിലാകാൻ ചാൻസ് ഉണ്ട്. സ്ക്വയറിലുള്ള ബോട്ടിലാ? അതെ, സ്പ്രേ പെർഫ്യൂം. ഉറപ്പിച്ച്. ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം. ഉറപ്പിച്ച്. സ്ക്വയർ അല്ല പക്ഷേ ഇത് കേട്ടോ എന്തായാലും. അപ്പൊ ദേവേട്ടന് ഒരു പോയിന്റ് കൂടെ കൂടുതൽ കിട്ടി. ഇപ്പൊ ദേവേട്ടന് 4 പോയിന്റ്, എനിക്ക് 1 പോയിന്റ്. പാവത്തിനൊരു പോയിന്റ് കൊടുക്കണം. അത് ദേവേട്ടൻ തീരുമാനിക്കേണ്ടി തരണം വേണ്ടത്. അപ്പൊ അടുത്ത് ദേവേട്ടന്റെ ചോദിച്ചു. ഇങ്ങോട്ട് എത്തി നോക്കല്ലേ? ഇല്ല, നോക്കത്തില്ല. നോക്കി പോയിന്റ് മേടിക്കാന്ന് വിചാരിക്കണ്ട, കിട്ടത്തില്ല. പറ, എന്താ കയ്യിൽ? ഓക്കെ, പറഞ്ഞു. എന്റെ കയ്യിലൊരു പേനയാണ്. പേന. അതെ, പേന. ക്യാപ്പ് ഒന്ന് ഓപ്പൺ ആക്കി. ഓപ്പണായി. ഒന്നുകൂടി ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ആക്കി. ഓക്കെ, അത് പേനയല്ല. പേനയല്ല പറഞ്ഞു. പേനയല്ലത്. അതിനകത്ത് ഒന്ന് ഉരുട്ടിക്ക്. പേനയുടെ സൗണ്ട് ആണത്, പക്ഷെ പേനയല്ല. അത് ഓപ്പൺ ആക്കുന്ന സൗണ്ട് കേട്ടിട്ട്. അത് കൊണ്ടൊന്ന് ടേബിളിലൊന്ന് വരച്ച്. തുറക്കാതെ വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ, തുറന്ന് വരയ്ക്കും. അത് പേനയുടെ നീഡിൽ വെച്ച് വരച്ച്. അല്ല, നീഡിൽ വെച്ച് വരയ്ക്കുന്നേ. പേനയല്ല എന്തായാലും അത്. ഒന്നിലത് ഐബ്രോ പെൻസിൽ അല്ലെങ്കിൽ ലിപ് ലൈനർ. പേനയല്ല. ഐബ്രോ. അപ്പൊ എനിക്ക് ലിബ്രോ അല്ല, ലിപ് ലൈനർ. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും എനിക്ക് 2 പോയിന്റ്, ഏട്ടന് 4 പോയിന്റ് അല്ലേ? ഓക്കെ, അടുത്തത് ഞാനാണ്. 2ഉം 4ഉം. ഓക്കെ, അപ്പോ അടുത്തത് ഞാൻ എടുത്തേക്കുന്നത് ഇതാണ്. കണ്ട ദേവേട്ട, എന്റെ കയ്യിൽ ഇരിക്കുന്നത് എന്താ പറയാ, ഇപ്പം നമ്മുടെ റായില്ലേ തലയിൽ വെക്കുന്നത്, അത്. ഞാൻ തലയിൽ വെക്കാൻ ഒരെണ്ണം മേടിച്ചിട്ടില്ലായിരുന്നോ? അതാ കയ്യിലുള്ള. എന്റെ തലയിലില്ല. ടേബിളിലിട്ടത് അത് റാ തന്നെ, ഉറപ്പിക്കാം. ഉറപ്പാണേ? മാറ്റാൻ പറ്റത്തില്ലേ? ഇല്ല, റായ. എന്തെങ്കിലും ക്ലൂ വേണോ? ഒരു ക്ലൂ വേണ്ട. റായ. ഉറപ്പിച്ചു. അതായത് റായല്ല. ദേവേട്ടനപ്പോ 5 പോയിന്റ്. എത്ര പോയിന്റ്? കളി എത്ര പോയിന്റിനാ? അപ്പൊ ദേവേട്ടൻ 5 പോയിന്റും എനിക്ക് 2 പോയിന്റ്. ഇല്ല, എത്ര പോയിന്റ്? 10 പോയിന്റിനാ കളി. ഇല്ല, ഇനിയും 1 പോയിന്റ് ഉണ്ടല്ലോ. ഒരു സാധനം എടുക്കണം. ഇനി എന്റെ ഒരു സാധനം ഉണ്ട്, ദേവേട്ടന്റെ ഒരു സാധനം. ഓക്കെ, എന്റെ 5-6. കളി എത്ര? 5-10. എന്റെ ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, ദേവേട്ടൻ ഇനി ഒരു സാധനം എടുക്കാം. എന്റെ ഇനി 5-6 സാധനം ബാക്കിയാ. അതോടെ വെച്ചിട്ട് ഒന്നും എടുക്കാം. ഓക്കെ, എടുത്തു. എന്താന്ന് പറയൂ. എന്റെ ഉള്ളത് ഒരു കൊടയാ. കൊടയോ?
കൊട ഒന്ന് ടേബിളിൽ ഇട്ടൊന്ന് ഉരുട്ടിക്ക്. മൂർത്തിട്ട് എടുക്കണം കണ്ടല്ലോ. ഓക്കെ, ഒന്ന് കൊട്ടിക്ക് നിലത്ത്. തിരിച്ചിട്ടിട്ടൊന്ന് കൊട്ടിക്ക്. ഏത് കൊടയുടെ പേരെന്താ? കൊടയ്ക്ക് പേരൊന്നുമില്ല, ലോക്കലാ. കൊടയാ കൊടയാ കൊടയാ. ഉറപ്പിച്ചേ കൊടയാന്ന്? കൊടയാ, ഉറപ്പിച്ചു. ഉറപ്പിച്ചേ. ഓക്കെ, എന്നാൽ ഇത് കൊടയല്ല, അമ്പർലയാ. അപ്പൊ എത്ര പോയിന്റ്? അപ്പൊ എനിക്ക് 3, ഏട്ടന് 5. ഇനി ഒരു പോയിന്റ് കഴിഞ്ഞാ? കളി കഴിഞ്ഞു? ഇല്ല, ഇനി എന്റെ ഒരു സാധനം ഉള്ളൂ. എന്റെ ഒന്നുകൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ എന്റെ അടുത്ത സാധനം എടുക്കാവേ. ഓക്കെ. ചേട്ടാ എന്റെ ഇരിക്കുന്നത്, സോറി, നിങ്ങളാണ് ആദ്യം പറയണ്ടേ. ഇതാണ് ഞാൻ എടുത്തായിട്ടേ. അപ്പൊ ചേട്ടാ എന്റെ ഇരിക്കുന്നത് ചോക്ലേറ്റ്. ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ മഞ്ച് ടൈപ്പ് ചോക്ലേറ്റ് ആണോ അതോ ചെറിയ ചോക്ലേറ്റ് ആണോ? ചോക്ലേറ്റ്. ചോക്ലേറ്റ് മഞ്ചെന്ന് പറയുന്നത് ചോക്ലേറ്റ്, ചെറുതെന്ന് പറയുന്നത് ചോക്ലേറ്റ് ആണല്ലോ. ചോക്ലേറ്റ് ആണോ അല്ലേന്ന് പറയൂ കുട്ടാ. ചോക്ലേറ്റ് ഒന്ന് മേടിയും താഴെ കിട്ടിയ ചോക്ലേറ്റ്, ഓപ്പൺ ചെയ്ത ചോക്ലേറ്റ്. ഓക്കെ, ചോക്ലേറ്റ് ആണ്, ഉറപ്പിച്ചു. ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് ആണ്. ചേട്ടന് 6 പോയിന്റ്, എനിക്ക് 3 പോയിന്റ്. കവറിന്റെ സൗണ്ട് കേട്ടറിയില്ല ചോക്ലേറ്റ് ആണെന്ന്. എത്ര ചോക്ലേറ്റ് അവള് കട്ടേക്കുന്നു. ഓക്കെ, ഇനി ചേട്ടനെ അടുത്തായിട്ട് എടുക്കും. ഞാൻ എന്റെ അടുത്ത് എടുക്കുവാണ്, ലാസ്റ്റ് ആണേ, സമയമില്ല. കണ്ടില്ല, നീ ഒളിഞ്ഞു നോക്കിയാ നോക്കിയിട്ട സാധനം മാറ്റണോ? എന്റെ കയ്യിലുള്ളത് ടൂത്ത് പേസ്റ്റ്. ഏതാ കമ്പനി? ഏതാ കമ്പനി? ആങ്കർ. ആങ്കർ അല്ല, സോറി, ഹിമാലയ. അതൊന്ന് തുറന്നേ. തുറന്നു, അടച്ചു. ടേബിളിൽ ഇട്ടൊന്ന് ഉരുട്ടിക്ക്. ഉരുട്ടാനൊന്നും പറ്റത്തില്ല, വരയ്ക്കാം. അത് ടൂത്ത് പേസ്റ്റ് ആണ്. ഉറപ്പിച്ചേ. എന്നാൽ ഇത് ടൂത്ത് പേസ്റ്റ് അല്ല, ഫുഡ് കെയർ ക്രീം. ഫുഡ് കെയർ ക്രീം. ഫുഡ് കെയറാ? പല്ല് തേക്കാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഗെയിം ഇവിടെ കഴിഞ്ഞില്ലേ? ഞാൻ കഴിഞ്ഞപ്പോ എന്താ തരിക? സമ്മാനം വേണം. അല്ല ചുമ്മാ പറ്റില്ല. ഏട്ടന് 6 പോയിന്റ്, എനിക്ക് 3 പോയിന്റ്. അപ്പള് സമ്മാനം എന്താ? സമ്മാനോട് പറഞ്ഞ ഞാൻ ഇവിടെ കളിക്ക് വന്നല്ലേ, മരത്തില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ചലഞ്ചിൽ നമ്മൾ 5 ഐറ്റം വെച്ചായിരുന്നു എടുത്തത്. ടോട്ടൽ ഏട്ടൻ 6 പോയിന്റ്, എനിക്ക് 4 പോയിന്റ് കിട്ടി. ഏട്ടൻ ജയിച്ചിരിക്കുന്നു. ഞാൻ കറക്റ്റായിട്ട് എണ്ണിയായിരുന്നു. ഏട്ടൻ 6 പോയിന്റ്, എനിക്ക് 4 പോയിന്റ്. അപ്പൊ ഏട്ടനാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ചിൽ, ട്രൂ ആൻഡ് ലൈ ചലഞ്ചിൽ വിൻ ആയിക്കുന്നത്. നമുക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് നമ്മൾ ഇപ്പൊ കൊടുക്കത്തില്ല, നമുക്ക് ഒരു ചലഞ്ച് കൂടി നമുക്കുണ്ട്. രണ്ട് ചലഞ്ച് വരുമ്പോ നമ്മള് ഒരു ബിഗ് ഗിഫ്റ്റ് ആയിരിക്കും തരുന്നത്. അറിയത്തില്ല, ചിലപ്പോ കാറായിരിക്കും, ചിലപ്പോ അത് ഏട്ടൻ റൂമിൽ കൂടെ ഓടിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ അടുത്ത ഒരു ചലഞ്ചിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഈ ട്രൂ ആൻഡ് ലൈ ചാലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളോടൊക്കെ ഞങ്ങളുടെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.